വിശ്വഭാരതി കോളേജ് മയ്യിൽ ബയോളജിയുടെ 9ാം സ്റ്റാൻഡേർഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ബയോളജി 9ാം ക്ലാസ്സിലെ ഇപ്പോൾ പുതിയ മാറിയ ടെക്സ്റ്റാണ്. ഇപ്പോൾ പുതിയ സിലബസ് പ്രകാരമാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററാണിത്. ചാപ്റ്ററിൻ്റെ പേര് ടു ലൈഫ് പ്രോസസ്സസ്, ജീവൽ പ്രക്രിയകളിലേക്ക്. ഇതിലെ മെയിൻ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. മെയിൻ കണ്ടൻസ്: മെറ്റബോളിസം, ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് ആൻഡ് ഹോമിയോസ്റ്റാസിസ്, പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ്, ഫോട്ടോസിന്തസിസ് ആൻഡ് ന്യൂട്രിയൻസ്, പ്ലാന്റ് സർവീസസ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ. ഇതിൻ്റെ മലയാളത്തിലേക്ക് കടന്നാൽ ഉള്ളടക്കത്തിൽ മെറ്റബോളിസം, ആന്തര പരിസ്ഥിതിയും സമസ്ഥിതിയും, പ്ലാസ്മ സ്തരത്തിലൂടെയുള്ള പദാർത്ഥ വിനിമയ പ്രക്രിയകൾ, പ്രകാശ സംശ്ലേഷണവും പോഷകങ്ങളും, സസ്യങ്ങളുടെ പ്രാധാന്യം, സംരക്ഷണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി സംഗ്രഹം അല്ലെങ്കിൽ ലെസൺ സമ്മറിയിലേക്ക് കടന്നാൽ ലെസൺ സമ്മറി നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. The fundamental component of life are found in cells, are vital metabolic processes that sustain life occur. ഇതിൻ്റെ മലയാളത്തിലേക്ക് കടന്നാൽ ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങളാണ് ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ ഏറെയും നടക്കുന്നത്. ബയോമോളിക്യൂൾസ് കാൾഡ് എൻസൈംസ് along with other cellular components carry out crucial metabolic activities revealing the characteristics of life. Such activities are collectively known as metabolism. ഇപ്പോൾ എന്താണ് മെറ്റബോളിസം? The collective metabolic activities all in our cells are called metabolism. Okay. ബയോമോളിക്യൂളുകൾ എന്ന നിർമ്മാണ ഘടകങ്ങളും മറ്റു രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്നാകെ മെറ്റബോളിസം എന്ന് അറിയപ്പെടുന്നു. അതായത് ജീവൻ്റെ ആധാരമായ എല്ലാ രാസപ്രവർത്തനങ്ങളെയും ചേർന്നതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് അതർ ബയോമോളിക്യൂൾസ് ആർ റെഗുലേറ്റഡ് മെറ്റബോളിസം. എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകളാണ് മെറ്റബോളിസത്തെ സഹായിക്കുന്നതും നിയന്ത്രിക്കുന്നതും. മെറ്റബോളിസം ഇൻവോൾവ്സ് ബോത്ത് ആനബോളിക് പ്രോസസ് ആൻഡ് കാറ്റബോളിക് പ്രോസസ്. ആനബോളിക് പ്രോസസ് മീൻസ് ബിൽഡിംഗ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. കാറ്റബോളിക് പ്രോസസ് മീൻസ് ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾസ്. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന ആനബോളിസവും വിഘടിപ്പിക്കുന്ന കാറ്റബോളിസവും ഈ പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോയാൽ ഹോമിയോസ്റ്റാസിസ് ആണ് അടുത്ത ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താണ് ഹോമിയോസ്റ്റാസിസ്? മെയിൻറ്റെയിനിങ് എ സ്റ്റേബിൾ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെറ്റബോളിസം ടു പ്രൊസീഡ് സ്മൂത്ത്ലി ഇൻ ഓർഗാനിസംസ്. Extracellular fluid surrounding cells and intracellular organelles play crucial roles in maintaining internal stability. This is known as homeostasis. മലയാളത്തിൽ പറഞ്ഞാൽ മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര പരിസ്ഥിതി സ്ഥിരമായി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലുള്ള എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുമ്പോൾ സസ്യങ്ങളിൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവവും കോശഭിത്തിയിലെ ഘടകങ്ങളും വായു അറകളും ആന്തര പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. ഇനി മെറ്റബോളിസം റിക്വയർസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് എസെൻഷ്യൽ മോളിക്യൂൾസ് ഇൻ ടു സെൽസ് ഫ്രം ദ ഇൻറ്റേർണൽ or external environment. Processes such as osmosis, diffusion, facilitated diffusion and active transport promote the exchange of substances across cellular membranes. മെറ്റബോളിസത്തിന് ആവശ്യമായ ഘടകങ്ങൾ കോശത്തിനുള്ളിലേക്ക് എത്തുന്നത് ആന്തര പരിസ്ഥിതിയിൽ നിന്നും കോശസ്തരത്തിലൂടെയാണ്. ഓസ്മോസിസ്,
ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നിവ കോശസ്തരത്തിലൂടെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായകരമായ പ്രക്രിയകളാണ്. Plants predominantly synthesize a few biomolecules essential for metabolism through photosynthesis. Others are formed within the plant and animal cells. During photosynthesis, the light phase, that is catabolic process, and the dark phase, that is anabolic process, occur within the chloroplast. മെറ്റബോളിസത്തിന് വേണ്ട ബയോമോളിക്യൂൾ പ്രധാനമായും പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് സസ്യങ്ങൾ നിർമ്മിക്കുന്നത്. മറ്റുള്ളവ സസ്യജന്തു കോശങ്ങളിലും നിർമ്മിക്കപ്പെടുന്നു. സസ്യകോശങ്ങളിലെ ക്ലോറോപ്ലാസ്റ്റുകളിൽ വെച്ച് നടക്കുന്ന ആഹാര നിർമ്മാണ പ്രക്രിയയിൽ പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം എന്നിങ്ങനെ കാറ്റബോളിസവും ആനബോളിസവും സംഭവിക്കുന്നുണ്ട്. Glucose formed by photosynthesis is stored in different plant parts such as carbohydrate, protein, fat, vitamin, etc. and reaches to animals through food chain. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് കാർബോഹൈഡ്രേറ്റുകളായോ പ്രോട്ടീനുകളായോ കൊഴുപ്പായോ വിറ്റാമിനുകളായോ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെടുകയും ആഹാര ശൃംഖലയിലൂടെ ജന്തുക്കൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. Besides the nutrients and oxygen, plants provide various economically important things too. Moreover, plants assist in reducing global warming, preventing natural disasters, and living as a reservoir of biodiversity, making them crucial guardians of ecosystem. It is our responsibility to ensure the continued and protect our plants, which serve as guardians of biosphere. പോഷക ഘടകങ്ങളും ഓക്സിജനും മാത്രമല്ല സാമ്പത്തിക പ്രാധാന്യമുള്ള വിഭവങ്ങളും സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടാതെ ആഗോളതാപനം കുറയ്ക്കാനും പ്രകൃതി ദുരന്തങ്ങൾ തടയാനും വൈവിധ്യത്തിൻ്റെ കലവറയായി നിൽക്കാനുമൊക്കെ സസ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകരായി നിലകൊള്ളുന്ന സസ്യങ്ങൾക്ക് ശോഷണം വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്.